Hello friends, welcome back to MANU'S vlog. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ പുട്ടിൻ്റെയും പൊറാട്ടയുടെയും ഒക്കെ കൂടെ കിട്ടുന്ന ഒരു അടിപൊളി ഫിഷ് കറി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അയിലയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. അപ്പോൾ 2 ടൊമാറ്റോയും ഒരു ഒനിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ടൊമാറ്റോയും ഒനിയനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ ടൊമാറ്റോസും ഒനിയനും ഒക്കെ അരികിലേക്ക് നീക്കി വെക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലെ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വാളൻ പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കുക്കായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീനിനെ കറിയിലൊന്ന് കുളിപ്പിച്ചെടുക്കാം. ഇനി പകുതി വേവോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലിയും ഒനിയനും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഗ്രീൻ ചില്ലിയും ഒനിയനും ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അവസാനം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്.